ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാമെന്ന് കരുതി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ട്രെസ്സും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ജോലി നിർത്തി പഠിത്തത്തിലേക്ക് ഇറങ്ങാൻ പോകുമായിരുന്നു. ഇപ്പോൾ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി അധികം വൈകിക്കാണ്ട് വേഗം തന്നെ പഠിത്തം തുടങ്ങി അതിലെങ്കിലും ഒന്ന് സക്സസ് ആവണമെന്നുണ്ട്. അപ്പോൾ അതാണ് ഇനി വേഗം വൈകിക്കുന്നില്ല. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി അതിനുശേഷം കടയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് 2026 ഒക്ടോബറിൽ തുടങ്ങാൻ പോകുന്ന ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2027 ഞാൻ LDC അടുത്ത് വരാൻ പോകുന്നത്. അതിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ LDC ഒറ്റ പരീക്ഷയായിരുന്നു. ഇത്തവണ അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. ടൈപ്പിസ്റ്റ് മെയിനായിട്ട് പഠിക്കാൻ തന്നെ കാരണം ഇതിൽ മാത്സ് ഇല്ല. 20 മാർക്കിന് ഇംഗ്ലീഷ്, 20 മാർക്കിന് മലയാളം, 40 മാർക്കിന് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, 10 മാർക്കിന് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പോർഷൻസ്, 10 മാർക്കിനുള്ളൂ ജയിക്കുക. അതുകൊണ്ട് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് അല്ല. നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന ബുക്കെന്ന് പറയുന്നത് പ്രൈം PSCയുടെ ഒരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൽ തന്നെ ഉള്ള കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു PYQ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ്, പിന്നെ ദിശയുടെ ഒരു ബുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മലയാളം ഇംഗ്ലീഷും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ടാലൻറ്റിൻ്റെയും അതേപോലെ തന്നെ മലയാളത്തിന് വേണ്ടിയിട്ടും വേറൊരു ബുക്ക് കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ മലയാളം ഇംഗ്ലീഷ് നോക്കുന്നത് എനിക്ക് LDCക്കും കൂടി പ്രയോജനപ്പെടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡെയിലി നമ്മുടെ LDCയുടെ ഓരോ ടോപ്പിക്സ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് LDCക്ക് അത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൊക്കാബുലറിയുടെ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ PYQസും ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ആ ജേണി ഞാൻ തുടങ്ങുകയാണ്. ഇനി എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടായിരിക്കും. എൻ്റെ ഓരോ ദിവസത്തെ സ്റ്റഡി സെക്ഷൻ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം. എൻ്റെ കൂടെ ഒപ്പം നിങ്ങൾക്കും കൂടെ കേട്ടോ. റീസ്റ്റാർട്ടിങ് ഒട്ടും എളുപ്പമായിരിക്കില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.